നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേന്ദ്രഭരണ പ്രദേശമായ മാഹി എന്ന സ്ഥലമാണ്. കേന്ദ്രഭരണ പ്രദേശമായ മാഹി തലശ്ശേരിക്കും വടകരയ്ക്കുമിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കേന്ദ്രഭരണത്തിന് കീഴിലുള്ള പുതുശ്ശേരി അഥവാ പോണ്ടിച്ചേരി സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. മയ്യഴിപ്പുഴ കടലിൽ ചേരുന്നിടത്തുള്ള മയ്യഴിയും ചെറുകല്ലായിയും നാല് തുറ പള്ളൂർ, പന്തക്കൽ, ചാലക്കര, ചേമ്പ്ര ചേർന്ന ഈ പ്രദേശത്തിൻ്റെ വിസ്തീർണം 9 ചതുരശ്ര കിലോമീറ്ററാണ്. മനോഹരമായ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്നതിനാലാണ് മനോഹരമായ ആഴി എന്ന അർത്ഥം വരുന്ന മയ്യഴി എന്ന പേര് ഈ സ്ഥലത്തിന് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു. വിദേശ ആധിപത്യത്തിന് കീഴിൽ അവരവരുടെ ഉച്ചാരണത്തിനനുസൃതമായി ഫ്രഞ്ചുകാർ മായേ എന്നും വെള്ളക്കാർ മാഹി എന്നും ഈ പ്രദേശത്തെ വിളിച്ചുപോന്നു. രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് പേരുകേട്ട ഈ പ്രദേശത്ത് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും മാറി മാറി ആധിപത്യം സ്ഥാപിച്ചു. അവസാനവിടം ഫ്രഞ്ച് അധീനതയിൽ തന്നെയായിരുന്നു. 1666 ഔറംഗസീബ് ചക്രവർത്തി ഫ്രഞ്ചുകാരെ സൂറത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ കണ്ണൂരിലെ ചിറക്കൽ രാജാവിൻ്റെ അനുമതിയോടുകൂടി തലശ്ശേരിയിൽ അവർ ഒരു കച്ചവട കേന്ദ്രം സ്ഥാപിച്ചു. വെള്ളക്കാർ തലശ്ശേരിയിൽ നിന്നും തുരത്തിയപ്പോൾ കച്ചവടത്തിന് സൗകര്യമുള്ള മയ്യഴിയിൽ, അതായത് 1721 അവർ അവിടെ എത്തി. അന്നത്തെ കടത്തനാട് എന്ന് പറയുമ്പോൾ ഇന്ന് വടകര, തൂണേരി, തോടന്നൂർ, കുന്നുമ്മൽ കടത്തനാട് വാഴുന്നവരിൽ നിന്ന് അവർ ഈ പ്രദേശം കൈവശപ്പെടുത്തി. ഫ്രഞ്ചുകാരും വെള്ളക്കാരും തമ്മിൽ ശത്രുത വർദ്ധിച്ചതോടുകൂടി 1725 ഈ പ്രദേശം ഫ്രഞ്ചുകാർക്ക് നഷ്ടപ്പെട്ടു. മയ്യഴി തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫ്രഞ്ച് ഗവർണർ നിയോഗിച്ചയച്ച ബെർട്രൽ ഡിഫാൻ കോയി മാഹി ഡിലംബർഡനെ എന്ന നാവികനുമായി ഉണ്ടായ സംഘർഷങ്ങളുടെ ഫലമായി അവസാനം കടത്തനാട്ട് വാഴുന്നവർ സന്ധി ചെയ്തുണ്ടാക്കിയ കരാറനുസരിച്ച് രാജാവിൽ നിന്ന് 1.5 ലക്ഷം പണത്തിന് ഈ പ്രദേശം ഫ്രഞ്ചുകാർ വിലയ്ക്ക് വാങ്ങി. ആ നാവികൻ്റെ പേരിനോടൊപ്പമുള്ള മാഹി വഴിയാണ് മയ്യഴിക്ക് മാഹി എന്ന പേര് ലഭിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രക്ഷോഭങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രൂപീകരിക്കപ്പെട്ട മഹാജന സഭയാണ് 1938 മയ്യഴിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രക്ഷോഭങ്ങളുമായി രംഗത്ത് വന്നത്. ഇന്ത്യ വെള്ളക്കാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയിട്ടും ഫ്രഞ്ചുകാർ മാഹി വിട്ടുപോയിരുന്നില്ല. 1948 ഒക്ടോബറിൽ ഫ്രഞ്ച് ഗവൺമെൻറ് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിക്കുകയും തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം നൽകിക്കൊണ്ടുള്ള ഐഡൻറ്റിറ്റി കാർഡ് നൽകുകയും ചെയ്തു. തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് ഉത്തമ വിശ്വാസമുള്ളവർക്ക് മാത്രമാണ് അവർ കാർഡ്, അതായത് കാർത്ത നൽകിയുള്ളൂ. ഇത് ചോദിച്ചു വാങ്ങുവാൻ തന്നെ തീരുമാനിച്ച മഹാജനസഭ ജാഥയായി മുനിസിപ്പൽ ഓഫീസിലേക്ക് ചെല്ലുകയും മുനിസിപ്പൽ ഓഫീസിലെ രേഖകളെല്ലാം ചുട്ടരിക്കുകയും ചെയ്തു. മാഹിക്ക് മുകളിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയെങ്കിലും നിമിഷങ്ങൾക്കകം സ്ഥലത്തെത്തിയ ഫ്രഞ്ച് പട്ടാളം പ്രക്ഷോഭത്തെ അമർച്ചുകയും ഭരണം വീണ്ടെടുക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള വിമോചന സമരം ശക്തി പ്രാപിക്കുകയും ഒരു സമരസേനാനിയായിരുന്ന ഉസ്മാൻ മാസ്റ്റർ മർദ്ദനമേറ്റ് മരിക്കുകയും ചെയ്തു. 1953 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെ സമരം ഊർജിതമായി. ഏപ്രിൽ 7 ചെറുകല്ലായി മോചിപ്പിക്കുകയും ചെയ്തു. പള്ളൂർ, പന്തക്കൽ, ചാലക്കര, ചെമ്പ്ര എന്ന പ്രദേശങ്ങൾ സ്വയംഭരണം നേടി. ഒടുവിൽ മയ്യഴി മാത്രം ഫ്രഞ്ചുകാരുടെ കൈവശം അവശേഷിച്ചു. 1954 ജൂലൈ 16 സമരക്കാരും ഫ്രഞ്ച് ഗവൺമെൻറ്റും തമ്മിലുണ്ടായ ഉടമ്പടി അനുസരിച്ച് പ്രദേശം ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി. ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റർ സമരത്തിൻ്റെ മുന്നണി പ്രവർത്തകനും മഹാജനസഭയുടെ നേതാവുമായ ഐ.കെ. കുമാരൻ ഭരണമേറ്റെടുത്തു. 1954 നവംബറിൽ ഫ്രഞ്ചുകാരുമായി ഉണ്ടാക്കിയ കരാറനുസരിച്ച് ഈ പ്രദേശം പുതുശ്ശേരിയോട് കൂട്ടിച്ചേർത്തു. ഗവൺമെൻറ്റുകൾ തമ്മിൽ നയപരമായ അധികാര കൈമാറ്റം നടന്ന 1962 ഓഗസ്റ്റ് 16 ഫ്രഞ്ചുകാർ മാഹി വിട്ടപ്പോൾ ഫ്രഞ്ച് പൗരത്വം സ്വീകരിക്കാൻ താൽപ്പര്യമുള്ള മാഹിക്കാർക്ക് അതിനുള്ള അനുമതി നൽകിയിരുന്നു. അങ്ങനെ പൗരത്വം സ്വീകരിച്ച ഫ്രാൻസിൽ പോവുകയും റിട്ടയർ ചെയ്ത ശേഷം തിരിച്ചു വന്ന് പെൻഷൻ വാങ്ങുകയും ചെയ്യുന്നവരും ഫ്രാൻസിലെ തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ളവരും ഇന്ന് മയ്യഴിയിലുണ്ട്. ഒരു നയതന്ത്ര പ്രദേശമെന്ന നിലയിൽ കേന്ദ്രഭരണ പ്രദേശമായ പുതുശ്ശേരി നിയമസഭയുടെ ഭാഗമായി ചേർത്ത മയ്യഴിയും ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പുതുശ്ശേരിയും തമ്മിൽ ഏതാണ്ട് സമാന്തരമാണെങ്കിലും പരസ്പരം 653 കിലോമീറ്റർ ദൂരമുണ്ട്. 1964 ഓഗസ്റ്റിൽ നിലവിൽ വന്ന പുതുശ്ശേരി നിയമസഭയിലേക്ക്
മയ്യഴിയിൽ നിന്ന് 2 അംഗങ്ങളെ തിരഞ്ഞെടുക്കും. മാഹിയിൽ മദ്യത്തിന് കേരളത്തിൽ 60% നികുതിയാണെങ്കിൽ മാഹിയിൽ 15% ഉള്ളൂ. അതുകൊണ്ട് അവിടുത്തെ മദ്യഷാപ്പുകളിൽ ശരാശരി 25 ലക്ഷം രൂപയുടെ വ്യാപാരം മാസം തോറും നടക്കുന്നു. നികുതി ഇനത്തിലുള്ള ഇളവ് കാരണം പെട്രോളിനും ഡീസലിനും വളരെ വിലക്കുറവാണ്. ഇത് മാഹി എന്ന കേന്ദ്രഭരണ പ്രദേശത്തെ പറ്റിയുള്ള ഒരു ചെറു വിവരണമാണ്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.